പള്ളിമുറ്റത്തെ തണ്ണിമത്തൻ കൃഷിക്ക് 100 മേനി വിളവ്. തൃശൂർ മുറ്റിച്ചൂർ സെയിന്റ് പീറ്റേഴ്സ് പള്ളിവളപ്പിലാണ് മധുരമൂറും തണ്ണിമത്തൻ വിളഞ്ഞത്. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ നേതൃത്വം നൽകുന്ന VK മോഹനൻ കാർഷിക സംസ്കൃതി ആണ് കൃഷിക്കായുള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത്. അന്തിക്കാട് മേഖലയിൽ പലതവണ നമ്മൾ തന്നെ പലതരത്തിലുള്ള കൃഷികളുടെ സൂര്യകാന്തി കൃഷിയും അതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷിയും അങ്ങനെ വൈവിധ്യങ്ങളാർന്ന കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളതും അങ്ങനെയുള്ള കുറച്ച് പേരാണ്. ഒന്ന് മുൻ കൃഷിമന്ത്രിയായിരുന്നു VS സുനിൽകുമാർ. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മുറ്റിച്ചൂര് പള്ളിയിലെ പള്ളി വികാരിയുമുണ്ട്. പള്ളിയുടെ അങ്കണത്തിൽ വലിയ രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തുകയാണ്. ആ വിളവെടുപ്പായിരിക്കുകയാണ്, അതിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. കൃഷി വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് മുൻ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാറും വിൻസെൻ്റ് ചേട്ടനും ഞങ്ങളോടൊപ്പം എല്ലാവിധ സഹകരണവും അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇത് വളരെ രുചികരമായിട്ടുള്ള ഗംഭീര ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് മുക്കാസ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല റെഡ് കളറും നല്ല മറ്റ് തണ്ണിമത്തനേക്കാളും മധുരമാണ്. ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടാതെ തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റാവുന്ന ഒന്നാന്തരം ഒരു വെറൈറ്റിയാണ് ഈ മുക്കാസ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അത് വളരെ വിജയമായിരുന്നു. ഇവിടുത്തവണ ഈ പള്ളിയിൽ ഇവിടുത്തെ അച്ഛൻ വളരെ കൃഷിയിൽ താല്പര്യമുള്ള ആളാണ്. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ കൊല്ലം ചെയ്ത ആ വിത്തുകൾ തന്നെ ഇവർക്ക് പള്ളിക്കാർക്ക് സംഘടിപ്പിച്ച് കൊടുത്തിരുന്നു. കാരണം അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ആ വിത്ത് നല്ല വിത്താന്നുള്ളതുകൊണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു മണൽ ഉള്ള ഏരിയയാണ്, കുറച്ച് ഷെയ്ഡുണ്ട്. എന്നാലും പാടത്ത് അത്രയും നമുക്ക് വിളവ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു പരീക്ഷണമായിരുന്നു, പരാജയപ്പെട്ടിട്ടില്ല. അത് വിജയകരമായി തന്നെ നടക്കാൻ കഴിയും. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പള്ളി വിടുന്ന സമയത്ത് ഇവിടെ പൊട്ടിച്ചു വെച്ചാൽ എല്ലാവരും അത് മേടിച്ചു കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് അച്ഛന് പേടിയൊന്നും വേണ്ട അതിനെ പറ്റി. കൃഷി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് മറിയുന്നത് മാത്രമേ ഉള്ളൂ. അതൊഴിഞ്ഞാലും നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും രക്തത്തിൽ അലിഞ്ഞതാണെന്നാണ് ശരിക്കും ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ അന്തിക്കാട് വിവിധ ഇടങ്ങളിൽ ഇതിന് സമാനമായ രീതിയിൽ തന്നെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.